നമസ്കാരം. കോക്ടെയിലിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. JDU UDFന് ഒപ്പം തന്നെയാണെന്ന് വീരേന്ദ്രകുമാർ. ഉമ്മൻചാണ്ടി കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് AK ആന്റണി. കേൾക്കുമ്പോൾ തരക്കേടില്ല, അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. ഉർവശി തിയേറ്റേഴ്സിലെ പ്രധാന നടന്മാർ ഇവരൊക്കെ തന്നെയാണല്ലോ. ഒരു കത്തിൻ്റെ കലിപ്പ് അടങ്ങിയിട്ടില്ല. ദേ പിന്നെ ഒന്ന്. തിരുവമ്പാടി അങ്ങ് എടുത്തോളാൻ പറഞ്ഞ് കുഞ്ഞാപ്പ കുഞ്ഞുഞ്ഞിനയച്ച കത്തായിരുന്നു. സംഗതി ലീക്കായി. കത്ത് ലീക്കായതിൽ ലീഗിലാകെ കലിപ്പുമായി. ഈ രമേശ് ചെന്നിത്തല ഈ പരിസരത്തൊന്നും ഇല്ലാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ ഈ കത്തിനും ആ പാവത്തിനെ സംശയിച്ചേനെ. കത്ത് കൊടുത്തത് മുഖ്യമന്ത്രിക്കാണെങ്കിൽ അതല്ലേ പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും ഞങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച നടക്കുകയാണല്ലോ. മുഖ്യമന്ത്രിയെ കത്ത് കൊടുത്താണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ ഡീറ്റെയിൽസ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളും ആദ്യമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പോഴും ചർച്ച നടക്കുന്നില്ലേ? തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ. ഓക്കെ, പറഞ്ഞല്ലോ. തിരുവമ്പാടി സീറ്റ് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിക്ക് എഴുതിയ കത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് കത്തുകളുണ്ടാവും. അത് ഉമ്മൻചാണ്ടിയും ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പറയുകയും ചെയ്യാം. കത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പല കത്തുകളും ഉണ്ടാവും. അത് ഉമ്മൻചാണ്ടിക്ക് എഴുതിയ കത്താണ്, KPCC പ്രസിഡൻ്റാണ് കൂടെ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നമ്മൾ സംസാരിച്ചോളാം, കുഴപ്പമില്ല. KSEBയുടെ ഓഫീസിലേക്ക് വിളിച്ച് ഇവിടെ കറണ്ട് ഉണ്ടല്ലോ സാറേ, നിങ്ങൾ ഓഫ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ടും ഇവർക്ക് നാണമില്ല. ആലപ്പുഴയിൽ പരീക്ഷയുടെ തലേന്ന് ചില കുട്ടികൾ ഇവർക്ക് കൊടുത്ത പണിയായിരുന്നു ശരിക്കുമുള്ള പണി. ഒരു മാസത്തിലേറെയായിട്ട് ഞങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരു വലിയ കറണ്ടിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ഈ KSE ഓഫീസിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ തീരുമാനിച്ചത്. പുതുപ്പള്ളികുന്നം മുരിങ്ങമടം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ലൈനിലെ 60ഓളം വീടുകളാണ് ഇന്ന് ഈ വൈദ്യുതി ക്ഷാമവും വോൾട്ടേജ് ക്ഷാമവും അനുഭവിച്ചു വരുന്നത്. 50ഓളം വീട്ടിലും കുട്ടികൾ പഠിക്കുന്നവരാണ്. SSLC +2 എക്സാമിനേഷൻ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥിനികളും ഈ വോൾട്ടേജ് ക്ഷാമത്തെ രൂക്ഷമായിട്ട് നേരിടുകയാണ്. വിളിച്ചാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് തന്നെ ഒരു 50ലേറെ പ്രാവശ്യം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വിളിച്ചു. ഞാൻ തന്നെയാണ് മിക്കവാറും വിളിക്കാറ്. വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ താമസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ക്ഷമയുടെ പരിധിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചത്. ഞാൻ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. എനിക്ക് നാളെ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് അവസാനമായിട്ട് റഫർ ചെയ്യാൻ പോലുമുള്ള സമയം ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ KSE ഓഫീസിൽ ഇത്രയും ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും അടുത്ത് വന്നിരുന്ന് ഞാൻ പഠിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ BDJSുമായി BJP ഒരിക്കൽ കൂടി ചർച്ച നടത്തും. ഇത്തവണ ചർച്ച 15-ാം തീയതിയാണ്. അന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും, അക്കാര്യം ഉറപ്പാണ്. രാജൻ ബാബു കൂടി NDAയിലേക്ക് വന്നതോടുകൂടി NDA കൂടുതൽ കരുത്തുറ്റതായി. കരുത്തുകൊണ്ട് പൊറുതിമുട്ടി എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ കൈക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനം യോജിച്ച് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ LDFും UDFും മാറി മാറി ഭരിച്ചതിലൂടെ കേരള സമൂഹത്തിലാകെ അസംതൃപ്തിയും അസന്തുലിതാവസ്ഥയും ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മടുത്തു, വെറുത്തു. എല്ലാ രംഗങ്ങളിലും തകർച്ചയാണ്. ഏത് രംഗമെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കേരളത്തിനൊരു വികസനമോ വളർച്ചയോ ഒന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ഈ കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനാഭിലാഷത്തെ മുഴുവൻ തന്നെ സ്വാംശീകരിച്ചുകൊണ്ടും നെഞ്ചിലേറ്റിക്കൊണ്ടും ഒരു പുതിയ രാഷ്ട്രീയ
ബദൽ ശക്തി സംവിധാനം ഒരു സഖ്യം രൂപം കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സഖ്യത്തിലേക്ക് ഇനിയും രാഷ്ട്രീയ കക്ഷികൾ വരാനുണ്ട്. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരും. ഞങ്ങളുടെ പ്രതീക്ഷ ഒരാഴ്ചക്കകം ആ ചർച്ചകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്. ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളാണ് പറഞ്ഞത് ഇത് BJPക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണമായി വന്നത്. ഞങ്ങൾ അന്ന് വളരെ വ്യക്തമായി പല പ്രാവശ്യം പറഞ്ഞതാണ് ആരുമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ LDFനോ UDFനോ അല്ലെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ NDAക്കോ എതിരല്ല. ആരുമായും സഹകരിക്കാൻ തയ്യാറാണ്. വികസനത്തിന് വേണ്ടി അതുപോലെ തന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ചർച്ചകൾ ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുത്ത് നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. കോക്ടെയിലിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നമസ്കാരം.